നമസ്കാരം, ഫൈറ്റർ മേക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഷർട്ട് ഹാങ്ങറാണ്. വെറും 2 സ്ക്വയർ പൈപ്പ് വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഷർട്ട് ഹാങ്ങറാണിത്. ഞാനിത് ബെഡ്റൂമിലേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 5 അടി നീളത്തിലൊരു പീസ് എടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 2 പീസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 5 അടി നീളത്തിൽ 2 അലുമിനിയം സ്ക്വയർ പൈപ്പ് എടുത്തിട്ടുണ്ട്. 10 ഇഞ്ച് നീളത്തിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ചുമരിൽ പിടിപ്പിക്കാനായിട്ട് ഈ സ്ക്വയർ പൈപ്പിൻ്റെ പീസ് തന്നെ കട്ട് ചെയ്തിട്ട് 2 ക്ലാമ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സൈഡ് ക്ലോസ് ചെയ്യാനായിട്ട് ഇതുപോലെ 2 മൾട്ടിവുഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നമുക്കൊന്നിൻ്റെ ഹോളൊന്ന് ക്ലോസ് ചെയ്യാം. ഫ്ലക്സ് കേക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. 2 പീസുകളും നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കാം. സ്ക്രൂ ചെയ്തിട്ട് നമുക്ക് ഹോളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ക്യാപ്പിൽ നമുക്ക് പുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചുമര് പിടിപ്പിക്കാനുള്ള ക്ലാമ്പിൽ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. വണ്ണം കൂടിയ ബിറ്റ് ഇട്ടുകൊണ്ട് ഒരു പതി കൂടെ ഉണ്ടാക്കി കൊടുക്കാം. ചുമരിൽ പിടിപ്പിക്കാനുള്ള ക്ലാമ്പ് കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. റിവിറ്റർ ഉപയോഗിച്ച് നമുക്കൊന്ന് റിവിറ്റ് ചെയ്തെടുക്കാം. റിവിറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പൊട്ടിയിട്ട ഭാഗത്തൊക്കെ ഒന്ന് സാൻഡ് ഇട്ടുകൊണ്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ന്റെ വാട്ടർ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒന്നുകൂടെ മിനുസപ്പെടുത്തിയെടുക്കാം. ഹാങ്ങറിന് വേണ്ടി നമ്മൾ 3 ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുളച്ചു കൊടുക്കാം. എസ്റ്റിയുടെ സൂപ്പർ ഓട്ടോ ഓയിൽ പ്രൈമർ ഉപയോഗിച്ച് നമുക്കൊന്ന് പ്രൈമർ ചെയ്തെടുക്കാം. അടുത്തായി നമുക്കൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കാം. സ്പ്രേ ചെയ്യാനായിട്ട് ഞാനിവിടെ ഡോട്ടോ പ്ലസിൻ്റെ മാറ്റ് ബ്ലാക്ക് കളറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സമയം നമുക്ക് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
അടുത്തതായി നമുക്ക് ഒന്ന് ചുമരിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഈ ഒരു കോർണറിലാണ് ഞാനിത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് വെച്ച് മാർക്ക് ചെയ്ത് സ്ക്രൂ ചെയ്തെടുക്കാം. ഇഞ്ച് ഉയരത്തിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ 70 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡും 70 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ വീതി കൃത്യമായിട്ട് അറിയാനായിട്ട് നമുക്കിത് തിരിച്ചു വെച്ച് മാർക്ക് ചെയ്തെടുക്കാം. സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ചെരിവ് കൃത്യമായ രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പുറത്തെ സൈഡ് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ചുമരിലേക്ക് സ്ക്രൂ ചെയ്യാനായിട്ട് പ്ലഗും സ്ക്രൂസും എടുത്തിട്ടുണ്ട്. കോൺക്രീറ്റ് ബിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബെഡ്റൂമിലേക്ക് പൊടി കയറാതിരിക്കാൻ നമുക്ക് വാക്കും കൂടെ പിടിച്ചു കൊടുക്കാം. പ്ലഗ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തായി നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത സ്ക്രൂ കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പുറത്തെ ബാക്കിയുള്ള സ്ക്രൂ കൂടെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹാങ്ങർ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്കിവിടെ ഷർട്ട് ഹാങ് ചെയ്യാനായിട്ട് ഹാങ്ങറിൻ്റെ റിങ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഷർട്ട് ഹാങ്ങർ തൂക്കിയിടാനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഹുക്ക് ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഹുക്ക് ഈ ഒരു സൈഡിലേക്കാണ് ഫിറ്റ് ചെയ്ത് വെക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഹോൾഡർ നമുക്ക് ഈ സൈഡിലൂടെ നമുക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. ഹുക്കുകൾ ഓരോന്നായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഹുക്കും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹാങ്ങർ ഒന്ന് തൂക്കി നോക്കാം. ഓക്കെയാണ്. നമുക്ക് ഷർട്ട് ഒന്ന് തൂക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഹാങ്ങറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫൈനലായിട്ട് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള രസകരമായ DIY വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.